നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരത്ത് SDPA തീരുമാനം നിർണായകമാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF-ൽ നിന്ന് സമ്മർദ്ദം ഏറുന്നുണ്ടെങ്കിലും പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മത്സരരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് SDPA സ്ഥാനാർത്ഥി KM അഷ്റഫിന്റെ തീരുമാനം. അതേസമയം SDPA സംസ്ഥാന നേതൃത്വവുമായി ഇടപെട്ട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള അണിയറ നീക്കങ്ങളും ശക്തമായിട്ടുണ്ട്. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, ഈ സമ്മർദ്ദ തന്ത്രം അത് ഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? എൽദോ, എന്തായാലും വളരെ നിർണായകമാണ് ഇന്ന്, പ്രത്യേകിച്ച് KM അഷ്റഫിനി എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് പേരിനോട് സാമ്യമുള്ള 3 പേരാണ് മത്സരരംഗത്തുള്ളത്. അത് ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം SDPA തന്നെയാണ്. കാരണം 9,000-ഓളം വോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് SDPA അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് KM അഷ്റഫിന്റെ വിജയത്തെ വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള എല്ലാ ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സ്ഥാനാർത്ഥി KM അഷ്റഫ് പിൻവലിക്കുമോ എന്നത് കാര്യം ഇന്നലെ രാത്രി വരെ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും ഉറച്ചു നിൽക്കുന്നു, മത്സരരംഗത്ത് തന്നെ ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷെ അതേ സമയത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന നേതൃത്വം UDF-മായി വലിയ തോതിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും പറയുന്നത് SDPA, അതായത് വർഗീയ പാർട്ടിയുടെ വോട്ടുകൾ തങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു UDF നിലപാട്. അത് പരസ്യമായി SDPA വോട്ട് തങ്ങൾക്ക് വേണം, സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നാവശ്യപ്പെടണം എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു പറയണം. ഏതായാലും സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പമാണ് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരായും അപരന്മാരായും ഉള്ളത്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ 37 സ്ഥാനാർത്ഥികളിൽ കാഞ്ഞങ്ങാട് മണ്ഡലം ഒഴികെ മറ്റ് 4 മണ്ഡലങ്ങളിലും അപരന്മാരുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ന് 3 മണി അത് എല്ലാ സ്ഥാനാർത്ഥികളെയും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ സുരേന്ദ്രനും ഒരു അപരനുണ്ട്. ആ അപരൻ പിൻവലിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അതിന് തൊട്ട് മുൻപ് 89 വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ അപരനായ സുന്ദര 500-ഓളം വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ അപരന്മാർ അത് വളരെ നിർണായകമാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജയപരാജയങ്ങൾക്ക് വലിയ ഘടകമായി ഈ അപരന്മാർ വളരെ ചെറിയ വോട്ടുകൾക്ക് സൂചിപ്പിച്ച പോലെ 2016-ൽ ഏതാണ്ട് 2 അക്കം 80-ഓളം വോട്ട് മാത്രമാണ്. 2021-ൽ 745 വോട്ട്, അങ്ങനെ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നിരുന്നത്. അപ്പോൾ